അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. യക്കീൻ ആദർശ പാഠശാലയുടെ അധ്യക്ഷൻ, ISMൻ്റെ ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടാനാപ്പള്ളി, നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള KNMൻ്റെ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് സാഹിബ്, നമ്മുടെ ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവി, അതുപോലെ നമ്മുടെ ജില്ലയിലെ ISMൻ്റെ സംസ്ഥാന നിരീക്ഷകൻ യാസിർ അറഫാത്ത്, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ISMൻ്റെ ജില്ലാ ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള KNMൻ്റെ ഭാരവാഹി മജീദ് മാസ്റ്റർ, ഷമീർ ചന്ദ്രാപ്പിന്നി, അതുപോലെ ISMൻ്റെ മണ്ഡലം ഭാരവാഹികൾ, മറ്റു ISMൻ്റെ പ്രവർത്തകരെ, മറ്റു സഹോദരങ്ങളെ, നമുക്കറിയാം ISMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും നടന്നു വരുന്ന യക്കീൻ ആദർശ പാഠശാല നമ്മുടെ പ്രവർത്തകരെ കൃത്യമായി നമ്മുടെ ആദർശം പഠിപ്പിക്കുകയും അത് നമ്മുടെ ആളുകളിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തകരിലേക്ക്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അത് കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത് അത് മുഴുവനായും കൃത്യമായി പഠിക്കാത്തവർക്ക് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് നമ്മുടെ ജില്ലയിൽ രണ്ടാം തവണയാണ് നമ്മളിന്നിവിടെ ഇത് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രോഗ്രാം നമുക്കറിയാം, അത് നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തകർക്ക് വളരെ ആവേശം ഉണ്ടാക്കുകയും അതിൻ്റെ കൃത്യമായ അവരുടെ സംശയങ്ങൾ ചോദ്യരൂപത്തിൽ അത് ചോദിക്കുകയും മനസ്സിലാക്കുകയും അത് വിശദീകരിച്ച് കൊടുക്കുകയും അതിൻ്റെ നോട്ട്സ് കൃത്യമായി കൊടുക്കുകയും ചെയ്തപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യം ബോധ്യമാവുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ റിസൾട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇനിയും തുടർന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ ഇടയിലേക്ക് മണ്ഡലം, യൂണിറ്റ് തലങ്ങളിൽ സംഘടിപ്പിക്കണമെന്നുള്ള അഭിപ്രായമാണ് നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിൽ നമുക്ക് മറ്റൊരു വിഷയമാണ് അഹ്ലുസുന്നത്ത് വ്യതിയാനധാരകൾ എന്ന ഈ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവതരണം ഇവിടെ ഉണ്ടാകും. തുടർന്ന് നിങ്ങൾക്ക് അതിൽ വരുന്ന സംശയങ്ങൾ ചോദിക്കാം. കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിൽ അത് വീഡിയോ ക്ലിപ്പോടുകൂടി തന്നെയാണ് ഇൻഷാ അല്ലാഹ് അതിവിടെ അവതരിപ്പിക്കുന്നത്. പൂർണ്ണമായും ഇതിനോട് സഹകരിച്ച് അവസാനം വരെ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നിങ്ങൾക്കുള്ള ഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സാന്ദർഭികമായി മറ്റു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിശദീകരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ISMൻ്റെ ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടാനപ്പള്ളിയാണ്. അദ്ദേഹത്തിന് ആദ്യമായി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള KNMൻ്റെ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് സാഹിബ്, അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ ജില്ലാ ഭാരവാഹി ഫൈസൽ മാസ്റ്ററുണ്ട്. അതുപോലെ മറ്റു ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറിമാർ, മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഇതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ആദർശ പാഠശാല ഉദ്ഘാടനം ചെയ്യുന്നത്
KNM തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് സാഹിബാണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ISM ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടാനപ്പള്ളി, അതുപോലെ തന്നെ ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാനനായ പണ്ഡിതൻ അഹമ്മദ് അൻസ് മൗലവി, ഈ ജില്ലയിലെ ISMൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ISM സംസ്ഥാന പ്രതിനിധി യാസിർ അറഫത്ത്, സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി അക്ബർ അലി, മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ISMൻ്റെയും KNMൻ്റെയും നേതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ചോദിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഇതിപ്പോൾ ഒരു ചടങ്ങ് എന്ന നിലയിൽ മാത്രം ഞാൻ കുറച്ച് കാര്യം സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഈ യക്കീൻ ആദർശ പാഠശാല യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മളുടെ വിശ്വാസം, അതുപോലെ തന്നെ നമ്മളുടെ അമലുകൾ, സൽപ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മളുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും ഇത് ശരിയായ രീതിയിലാണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ അസ്ഹാബുർ റസൂൽ, ആ സഹാബത്തിൻ്റെ ചര്യ അനുസരിച്ചാണോ നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണിത്. ഞാൻ പഴയ കാലം ഓർക്കുകയാണ്. പഴയ കാലത്തൊക്കെ ഈ സാധാരണ രീതിയിൽ നമുക്കറിയാമല്ലോ, സമസ്ത അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിമീങ്ങളിൽ യാതൊരു വിധ ഇസ്ലാമികമായ ഒരു വിവരവും വിജ്ഞാനവും ഒന്നും അവർക്ക് എത്തിയിട്ടില്ലായിരുന്നു. ആ കാലത്ത് ഏറ്റവും നല്ല മതരംഗത്ത് ഒത്തിരി കഴിവുള്ള ആൾ എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് ഖുർആൻ ഇങ്ങനെ ഓതാൻ അറിയുന്ന ഒരാൾ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു ആ കാലം. ആ കാലത്ത് ഈ സമസ്തയുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അവർ പ്രസിദ്ധീകരിച്ചത് ഖുർആനിലെ ഒരായത്തിൻ്റെ അർത്ഥം അറിയൽ പോലും നിർബന്ധമില്ല, പ്രത്യേകിച്ച് ഫാത്തിഹയുടെ അർത്ഥം അറിയൽ പോലും പ്രത്യേക നിർബന്ധവുമില്ല, പ്രത്യേകിച്ച് സുന്നത്തുമില്ല എന്ന് എഴുതി പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു കാലമാണ്. ആ കാലത്ത് കൂടുതലായി സമൂഹത്തിൻ്റെ ഇടയിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് കൂടുതലായി നടന്നിരുന്നത്, ഷിർക്കും ബിദ്അത്തും. അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്ന നിലക്ക് കേരളത്തുൽ മുജാഹിദീൻ്റെ പ്രവർത്തനം അത് ആരംഭിക്കുകയും വളരെ സജീവമായി നടത്തുകയും, മനസ്സിലാക്കിയ സാധാരണക്കാർ പോലും അവരവരുടെ പ്രവർത്തനം ഇത് ഖുർആൻ അനുസരിച്ചാണോ സുന്നത്തനുസരിച്ചാണോ എന്ന് കൃത്യമായി അവലോകനം ചെയ്ത് അവരറിവ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അറിവുകൾ ആളുകൾക്ക് ഒരുപാട് ഉണ്ട്, അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ ആ വിശ്വാസം ശരിക്ക് മനസ്സിൽ തട്ടിയിട്ട് ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ മാതൃകയിൽ തന്നെയാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് കൃത്യമായി പറയാനുള്ള ഒരു വിവരവും വിവേകവും ഇല്ലാത്ത പോലെയാണ് ആളുകളിൽ പലരും കണ്ടുപോകുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരായത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായതാണ്. സൂറത്തുൽ കഹ്ഫിലെ കുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, നഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, അമലുകൾ, പരലോകത്ത് നമ്മൾ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവരുടെ പ്രവർത്തനങ്ങളിൽ ദുനിയാവിലുള്ളവർ ചെയ്തു വരുന്ന, ഈ ദുനിയാവിൽ പരലോകത്തിന് വേണ്ടി ചെയ്തു വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും നഷ്ടമാണ്. പക്ഷേ അവർ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന, അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ ചെയ്യുന്നത് 100% ശരിയാണ് എന്ന നിലക്കാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ഇതിലേക്ക് കാലങ്ങൾ മാറും തോറും മനുഷ്യനിൽ എത്ര അറിവുണ്ടായാലും അവരുടെ ഭക്തിയിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചല്ല, ഖുർആനും സുന്നത്തും
യഥാർത്ഥത്തിൽ അവർ സാധാരണ ആളുകൾ പോലും പണ്ഡിതന്മാർ പറയുന്ന ഈ ഖുർആനിലെ വാചകങ്ങളും പ്രവാചകചര്യ അനുസരിച്ചുള്ള ഹദീസുകളും കൃത്യമായി മനഃപ്പാഠമാക്കി. ഒരു കാരണവശാലും ഈ ബിദ്അത്തുകാരുമായി ശിർക്കും ചെയ്യുന്നവരുമായി ഞങ്ങൾക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ യോജിക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ്. അതായത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ച മാതിരി ശിർക്കും ബിദ്അത്തിൽ നിന്ന് ഖുർആനും സുന്നത്തിലേക്കുമാണ് അന്ന് യഥാർത്ഥത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ച് ആളുകളെ ബോധവൽക്കരിച്ചു വന്നിരുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റവും ആ ആദർശത്തിന് അല്ലെങ്കിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇന്ന് വരെയും മാറിയിട്ടില്ല. 950 മുതൽ നടന്നു വരുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രസിദ്ധീകരണങ്ങളിലാട്ടെ മറ്റു കാര്യങ്ങളിലാട്ടെ മതപരമായ ഒരു കാര്യങ്ങളിലും കേരളത്തിൽ മുജാഹിദീൻ എന്ന സംഘടനയ്ക്ക് ഒരു മാറ്റവും വരുത്തേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്താണ് ഇപ്പോൾ ഈ മാറ്റങ്ങൾ? സംഘടനയിൽ ഒരുപാട് പിളർപ്പും മാറ്റങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാം. അന്ന് മാറിയത് ഖുർആൻ സുന്നത്തിലേക്കുമാണ്. സാധാരണ ഈ സുന്നികളൊക്കെ ഇവരൊരു ഖുർആൻ ക്ലാസ് കൊടുക്കുമ്പോൾ ഖുർആൻ ക്ലാസ്സിലാക്കി കൊടുക്കുന്നവർ ഇവരൊരു ഖുർആൻ്റെ ആളുകൾ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന നിലക്ക് സമ്മേളനങ്ങളും ക്യാമ്പയിനുകളൊക്കെ നമ്മൾ നടത്തിയ ആളുകളാണ്. പക്ഷെ ഇപ്പം എന്താണ്, ഈ പ്രതിസന്ധികളിൽ അകപ്പെട്ടാൽ ഈ ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നത് ഷിർക്കാണോ വസീലത്ത് ഷിർക്കാണോ? അതാണ് ഇപ്പോഴത്തെ വിഷയം, ചർച്ചയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭിന്നിപ്പും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എപ്പോൾ ഏതെങ്കിലും അത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഉള്ള ചർച്ച, അന്ന് ഇന്നാൾ ഷിർക്കാണെന്ന് പറഞ്ഞ്, അന്ന് ഇന്നാൾ വസീലത്ത് ഷിർക്കാണെന്ന് പറഞ്ഞ്. എന്ത് ആവശ്യമാണ് നമുക്കിത്? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കിപ്പോൾ എന്ത് പ്രതിസന്ധികളിൽപ്പെട്ടാലും നമുക്കറിയാലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് രക്ഷിച്ചത്? തീക്കുണ്ടാരത്തിൽ, അഗ്നികുണ്ടാരത്തിൽ എറിഞ്ഞ അദ്ദേഹത്തിന് കൂനു ബർദൻ വസലാമുൻ അലാ ഇബ്രാഹിം, ഒരു കൂടുതൽ തണുപ്പല്ല, ഒരു സമാധാനത്തോടുള്ള അന്തരീക്ഷ തണുപ്പോടുകൂടി അവിടെ ഉണ്ടാവണം അള്ളാഹു പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും എങ്ങനെയാണ് രക്ഷിച്ചത്? ചെങ്കടലിനും ഫിറഔനും ഇടയിലുള്ള നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് മൂസാ നബിയോട് പറഞ്ഞപ്പോൾ, കല്ല, അങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്, ഇന്ന റബ്ബി സയഹ്ദീൻ, അള്ളാഹു എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ലോകത്തിലുള്ള മുഴുവനും മനുഷ്യർ അതിനെതിരായാലും അതിനെതിരെ ഒന്നും സംഭവിക്കില്ല, അള്ളാഹു ഉദ്ദേശിച്ച് മാത്രം സംഭവിക്കുള്ളൂ. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരണം വരിക്കുക അല്ലേ ഏറ്റവും നല്ലത്. കാരണം അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അത് തന്നെയല്ലേ അവിടെ സംഭവിക്കുക. പിന്നെ ഈ ശിർക്കും വസീലത്തും അന്വേഷിച്ച് പോകേണ്ട വല്ല കാര്യം ഉണ്ടോ വിശ്വാസികൾക്ക്? അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതിനെപ്പറ്റി ശരിക്കൊക്കെ മനസ്സിലാക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും മുജാഹിദുകൾക്ക് പോലും അവരും തൗഹീദല്ല പറയണത്, അവരും അതല്ല പറയണത്, ഇതല്ല പറയണത്. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ആ തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ആർക്കും രക്ഷയില്ല. എല്ലാ കാര്യങ്ങളിലും ഈ ഇത്തരം കാര്യങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി, അതുപോലെ തന്നെ പിളർപ്പുണ്ടാക്കി, അങ്ങനെ ആളുകളെ ആക്ഷേപിച്ച് നടക്കുന്ന ആളുകൾ, അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യത്തിലും ഉണ്ട് ഒരു എന്താണ്, ഒരു കിബിർ, ഒരു അഹങ്കാരമുണ്ട്. അത് വസ്ത്രത്തിൽ പോലും ഉണ്ട്. കാരണം ഇവരെന്ത് മുജാഹിദുകൾ, ഇവരൊക്കെ വസ്ത്രം ശരിക്കും ഇസ്ലാമിൻ്റെ വസ്ത്രമാണോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന, അങ്ങനെ വിചാരിക്കുന്ന ഒരു അണുമണിത്തൂക്കത്തോളം കിബിർ, അഹങ്കാരം ഉണ്ടെങ്കിൽ അവൻ്റെ വാസസ്ഥലം അത് നരകമായിരിക്കുമെന്ന് നമുക്കറിയാം. അഹങ്കരിക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അതൊക്കെ മനസ്സിലാക്കി ശരിയായ വിധത്തിൽ നമ്മൾ അമലുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ചടങ്ങിൻ്റെ ഒരു തുടക്കം കുറിച്ചതായി മാത്രം അറിയിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് യഖീൻ
ആദർശ പാഠശാലയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ യഖീൻ ആദർശ പാഠശാലയാണ് നടക്കുന്നത്. ഇതിനു മുൻപ് വളരെ സമയമെടുത്തുകൊണ്ട് ഇതുപോലെ രാത്രിയിൽ ഏകദേശം 12 മണി 1 മണി വരെ ചോദ്യോത്തരങ്ങളും സംസാരങ്ങളും സംശയ നിവാരണമൊക്കെ ആയിട്ട് വലിയൊരു പ്രോഗ്രാം നടന്നിരുന്നു. ആ പ്രോഗ്രാമിൽ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സമിതി നമുക്ക് തിരഞ്ഞെടുത്ത് തരുന്നതാണ്. അവർ തിരഞ്ഞെടുത്ത വിഷയം ഇസ്തിആനത്തു ബിൽ ജിന്നായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരമാവധി ആളുകൾക്ക് അതിൻ്റെ അവയർനെസ് കൊടുക്കാവുന്ന വിഷയങ്ങളൊക്കെ നമ്മളന്ന് സംസാരിച്ചു. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അഹ്ലുസുന്ന വ്യതിയാനധാരകൾ എന്നതാണ് വിഷയം. അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് എന്താണ് എന്നും അതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച മറ്റ് ചിന്താധാരകൾ അത് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ രൂപപ്പെട്ട് ഇന്ന് മുസ്ലിം സമുദായം എത്തി നിൽക്കുന്ന ഈ വർത്തമാനകാലം വരെ അത്തരം വ്യതിയാനധാരകളുടെ സ്വാധീനവും അവരുടെ ആശയങ്ങളുടെ വ്യാപനത്തെയും പറ്റിയൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഖീദയാണ് പ്രധാനമായും യഖീനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസം. കാരണം അഖീദ ശരിയാവാതെ ബാക്കി എന്ത് ശരിയാക്കിയിട്ടും കാര്യമില്ല. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണത്. വിശ്വാസം ശരിയാകാതെ, വിശ്വാസപരമായ മൗലികമായ വസ്തുതകൾ അത് ശരിയാകാതെ കർമ്മം ശരിയാക്കുന്നത് കൊണ്ടോ അനുഷ്ഠാനങ്ങളോ കൾച്ചറോ അതിലൊക്കെ പരിഷ്കരണം വരുത്തുന്നത് കൊണ്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആദർശമാണ്. ബാക്കി ഒരു മതങ്ങളും അത്ര പ്രസക്തമായി ഇസ്ലാം സ്വീകരിച്ച പോലെ അഖീദയെ സ്വീകരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സൂറത്ത് ബഖറ 137 ആയത്ത് നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാം. അവിടെ അല്ലാഹ് പറയാ, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ഫഇൻ ആമനു അവർ വിശ്വസിച്ചാൽ ബിമിസ്ലി മാ ആമൻതും ബിഹി നിങ്ങൾ വിശ്വസിച്ചതുപോലെ, അഥവാ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ, സ്വഹാബത്തിന്റെ അഖീദ പോലെ അവരും അഖീദ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഇഹ്തദൗ അവർ ഹിദായത്തിലായി, സന്മാർഗത്തിലായി. വ ഇൻ തവല്ലൗ ഇനി ആരെങ്കിലും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് അവനാണ് കക്ഷി മാത്സര്യത്തിൽ നിലകൊള്ളുന്നവൻ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്ലാമികമായ അഖീദ, സ്വഹാബത്ത് മനസ്സിലാക്കിയ അഖീദ, സ്വഹാബത്ത് ഉൾക്കൊണ്ട അഖീദ, ആ അഖീദ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലായി. ആ അഖീദയിൽ നിന്ന് ആരെങ്കിലും വഇൻ തവല്ലൗ പിന്തിരിഞ്ഞ് അവർ പോവുകയാണെങ്കിൽ അവരാണ് ഫഇന്നമാ ഹും ഫീ ശിഖാഖ് കക്ഷി മാത്സര്യം ഉണ്ടാക്കിയ ആളുകൾ, കക്ഷി മാത്സര്യത്തിൽ നിലനിന്ന ആളുകൾ അവരാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ അഖീദയല്ലാത്ത ഒരു അഖീദ സ്വീകരിച്ചവൻ ഈ ഉമ്മത്തിൽ കക്ഷി മാത്സര്യം ഉണ്ടാക്കിയവനാണ്. ഈ മതത്തിൽ ദീനിൽ കക്ഷിത്വമുണ്ടാക്കിയവനാണ്. സഹാബത്തിന്റെ അഖീദ മുറുകെ പിടിച്ചവൻ അവൻ കക്ഷിത്വമുണ്ടാക്കിയവനല്ല, അവൻ ഈ ദീനിനെ ഭിന്നിപ്പിച്ചവനല്ല, മറിച്ച് അവൻ ഹിദായത്തിൽ നിലകൊണ്ട സത്യത്തിന്റെ സംഘമാണ് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഞാനിത് ആമുഖമായി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായും അഹ്ലുസുന്നയിൽ നിന്ന്, അതിൻ്റെ അഖീദയിൽ നിന്ന്, അഹ്ലുസുന്നയുടെ വിശ്വാസധാരകളിൽ നിന്ന് മാറിച്ചലിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് സംഘടനകൾ, ഒരുപാട് ആശയധാരകൾ ഇന്ന് നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ കാണാം, ചരിത്രത്തിലും കാണാം. സ്വാഭാവികമായും അവരൊന്ന് പറയുന്നു, നമ്മളൊന്ന് പറയുന്നു. അവർ അവരുടെ വാദങ്ങളെ ന്യായീകരിക്കുന്നു, നമ്മൾ നമ്മുടെ വാദങ്ങളെ ന്യായീകരിക്കുന്നു. അവർ എങ്ങനെയാണോ അനൈക്യമുണ്ടാക്കിയവരായത് അതുപോലെ തന്നെ നിങ്ങളും അനൈക്യമുണ്ടാക്കിയവരാണ് എന്നൊരു ധാരണ വ്യാപകമായിട്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുക. ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച കാര്യം, സ്വഹാബത്തിന്റെ അഖീദ മുറുകെ പിടിച്ചവന് ഒരുപാട് ആശയധാരകളുമായി ഭിന്നിക്കേണ്ടി വരും. സ്വഹാബത്തിന്റെ വിശ്വാസധാര മുറുകെ പിടിച്ചവന് ഒരുപാട് കക്ഷികളുമായി വഴക്കടിക്കേണ്ടി വരും. ആ വഴക്കടിക്കുമ്പോൾ സ്വഹാബികളുടെ വിശ്വാസമുള്ള ഒരുത്തൻ,
അവൻ സൊസൈറ്റിയുമായി വൈജ്ഞാനികമായി കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകത മനസ്സിലാക്കണം. വൈജ്ഞാനികമായി അവൻ കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആളുകളുണ്ടാകും, ആശയങ്ങളുണ്ടാകും. ആ ആളുകളും ആശയങ്ങളും ഈ പറഞ്ഞ കലഹത്തിന്, വഴക്കിന്, ഭിന്നതയ്ക്ക് എങ്ങനെയാണോ നിമിത്തമാകുന്നത്, അതുപോലെ തന്നെയല്ലേ സ്വഹാബത്തിന്റെ ആശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭിന്നതയിൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവർ എന്നൊരു ധാരണ, എല്ലാവരും ഒരുപോലെയാണ്, ഭിന്നത ഉണ്ടാക്കിയവരാണ്, എല്ലാവരും വഴക്കുണ്ടാക്കിയവരാണ്, ഭിന്നിപ്പുണ്ടാക്കിയവരാണ്, ഐക്യത്തെ തകർത്തവരാണ് എന്ന ഒരു നോർമലൈസ് ചെയ്തിട്ട് എല്ലാത്തിനെയും കാണുന്ന, ഒരുപോലെ കാണുന്ന ഒരു മാനസികാവസ്ഥ വർത്തമാന കാലഘട്ടത്തിൽ കൂടി വരികയാണ്. ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാം പറയുന്നത് സ്വഹാബികളുടെ അഖീദ പിടിച്ചവൻ, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതു ബിഹി, അവർ വിശ്വസിച്ചതുപോലെ, ആര്? സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ, നമ്മൾ വിശ്വസിച്ചാൽ, സൊസൈറ്റി വിശ്വസിച്ചാൽ, ഫഖദ് ഇഹ്തദൗ, അവർ തീർച്ചയായിട്ടും ഹിദായത്തുള്ളവരാണ്. അവർ കക്ഷിത്വത്തിന്റെ ആളുകളല്ല, അവർ വഴക്കിന്റെ ആളുകളല്ല, സമുദായത്തെയോ ഉമ്മത്തിനെയോ ഭിന്നിപ്പിച്ച ആളുകളല്ല, മറിച്ച് സമുദായത്തെയും ഉമ്മത്തിനെയും ഭിന്നിപ്പിച്ചതാരാണ്? ഖുർആൻ പറയുന്നു വഇൻ തവല്ലൗ, ഈ സഹാബികളുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിയിട്ട് നിൽക്കുന്നവരാരാണോ, ഈ സഹാബികളുടെ അഖീദയിൽ നിന്ന് വ്യതിചലിച്ചു മാറിയവരാരാണോ, ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവനാണ് കക്ഷി മാത്സര്യത്തിലുള്ളവൻ. ഇത് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആമുഖമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ അഖീദ, സലഫു സാലിഹുകളുടെ അഖീദ, അത് സ്വീകരിച്ചവർ ഹിദായത്തിന്റെ ആളുകളാണ്. അതിൽ നിന്ന് തെറ്റിയവർ എത്ര മധുര മനോഹരമായ വർത്തമാനങ്ങളും ആശയങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കക്ഷി വഴക്കിന്റെ ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഈ പഠന സംരംഭത്തെ, ഈ ആദർശ പാഠശാലയെ അല്ലാഹു അനുഗ്രഹീതമാക്കട്ടെ. നമുക്കെല്ലാം വ്യക്തമായി അത് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരം നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ISMന്റെ സംസ്ഥാന സമിതി അംഗം യാസർ അറഫാത്ത്, അദ്ദേഹം തൃശ്ശൂർ ജില്ലയുടെ നിരീക്ഷകൻ കൂടിയാണ്. ISM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും നമുക്ക് വേണ്ട ഗൈഡൻസുകളൊക്കെ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട യാസർ അറഫാത്ത്, നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും. നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളിൽ ഒരാളാണ് അദ്ദേഹം. വിവിധ രംഗങ്ങളിൽ അദ്ദേഹം ഒരുപാട് എൻഗേജായി ഇസ്ലാമികമായും സാമൂഹികമായിട്ടുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണ്. ഒരേ സമയം നിച്ച് ഓഫ് ട്രൂത്തിന്റെ ദഅവ വിങ്ങിനെ ചലിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ISMന്റെ പ്രവർത്തനങ്ങളെ ചലിപ്പിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക രംഗത്തും അതിശക്തമായ സാന്നിധ്യമാണ് അദ്ദേഹം. നിങ്ങൾ അടുത്ത പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, കോഴിക്കോട് സ്വപ്നനഗരി, സാർ എന്താ സാഹിത്യനഗരി, കോഴിക്കോട് സാഹിത്യനഗരിയുടെ പ്രധാന ശില്പികളിൽ ഒരാളാണ് യാസർ അറഫാത്ത്. കോഴിക്കോട് മേയറുടെ പ്രത്യേകം അഭിനന്ദനങ്ങളും സമ്മാനങ്ങളുമൊക്കെ ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഞാനിത് പറഞ്ഞത്, ദഅവത്ത് അത് അമുസ്ലിം ദഅവ, നോൺ മുസ്ലിം ദഅവ, മുസ്ലിം ദഅവ, ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉന്നമനത്തിനും പരിഷ്കാരത്തിനും അതിൻ്റെ നവോത്ഥാനത്തിനും വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്ന് നമ്മൾ ISM പ്രവർത്തകർക്കൊക്കെ ഒരു മാതൃകയാണ്. അദ്ദേഹത്തെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാണ്. അതിനുശേഷമാണ് നമുക്ക് വിഷയാവതരണമുള്ളത്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് അനസ് മൗലവിൻ്റെ വിഷയാവതരണം ഉണ്ടാവുക. കാരണം ബാങ്കിന് മുമ്പ് വിഷയാവതരണം നടന്നാൽ അത് നിർത്തേണ്ടി വരും, ഇടയിലൊന്നും നിർത്തേണ്ടി വരും. അത് നമ്മളെ വിഷയങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരു ഒഴുക്കിനെ ബാധിക്കുന്നത് കൊണ്ട് ബാങ്കിന് ശേഷം അദ്ദേഹം വിഷയാവതരിപ്പിക്കും. ഇശാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിഷയാവതരണം ഇടയിൽ വെച്ച് നിർത്തിയിട്ട് നമുക്ക് പോകേണ്ടി വരും. ഇശാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ വന്ന് വിഷയാവതരണം പൂർത്തീകരിക്കുകയും പിന്നീട് ഓരോരുത്തർക്കും മനസ്സിലുള്ള ചോദ്യങ്ങൾ, അത് വിമർശനമായിക്കോട്ടെ, നിങ്ങൾക്ക് വിയോജിപ്പായിക്കോട്ടെ, തുറന്ന് ചോദിക്കാനും എല്ലാ വിഷയങ്ങളും ഈ അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട വ്യതിയാനധാരകളുടെ വീക്ഷണങ്ങളെ നിങ്ങൾ ഓരോന്നും അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണമെന്നും ഉണർത്തുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നല്ലൊരു ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസാരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പ്രതിനിധി യാസർ അറഫാത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം അലാ അലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാബ. ബഹുമാന്യരായ KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും എല്ലാം തൃശ്ശൂർ ജില്ലയിലെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രബോധകരെ, നമ്മുടെ ഈ ഒരു പേര് തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രസക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യക്കീൻ എന്ന അതിൻ്റെ വാക്ക് അർത്ഥം അറിയാത്ത ആരുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസ കാര്യത്തിൽ അതെങ്ങനെയെങ്കിലും ആയാൽ പോരാ എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഖുർആനിൽ 21-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്. അറിയാത്ത കാര്യം എന്ത് ചെയ്യണം? അറിവുള്ള ആളുകളോട് ചോദിച്ച് പഠിക്കണം എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീന് ആദ്യമായി പുറത്തിറക്കേണ്ട പുസ്തകത്തിൻ്റെ പേര് ഓർമ്മ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഒരു വൈജ്ഞാനിക സദസ്സായതുകൊണ്ട് നിങ്ങൾക്കൊരു സമ്മാനം തരാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ പുസ്തകം നമ്മുടെ പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച, അതേപോലെ ഒരു അറബി വാക്കാണ് അതിൻ്റെ ഫസ്റ്റ്. അല്ല 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 ഇവിടെ ഉള്ളവർക്കില്ല. ഇവിടെ ഉള്ള ആർക്കൊണ്ടേ സ്പോൺസർ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. തക്ലീദ് ഒരു സമഗ്ര പഠനം, തക്ലീദ് എന്ന വിഷയത്തിലാണ് ആദ്യമായി പുസ്തകം ഇറക്കിയിട്ടുള്ളത്. തക്ലീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പണ്ഡിതൻ, ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്ന കാര്യം തെളിവില്ലാതെ, ചോദിച്ച് അന്വേഷിച്ച് ഉറപ്പുവരുത്താതെ, ഒരു അന്വേഷണത്വരയില്ലാതെ അതേപോലെ സ്വീകരിക്കുക. ഇതായിരുന്നു കേരളത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ. അവർ മതപരമായ കാര്യങ്ങൾ അവരവരുടെ പണ്ഡിതന്മാർ, ഉസ്താദുമാർ പറയുന്നത് അതേപോലെ, അത് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിനോ യോജിക്കുന്നതാണോ എന്ന ഒരു സാമാന്യ അന്വേഷണം പോലും ഇല്ലാതെ അതേപോലെ പറഞ്ഞത് ഉസ്താദാണെങ്കിൽ അത് ശരിയായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ടായിരുന്നു അവർ അഖീദയെ, വിശ്വാസത്തെ അടക്കം സ്വീകരിച്ചിരുന്നത്. ആ മുസ്ലിം സമൂഹത്തെ തിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് നമുക്ക് പുസ്തകം ഇറക്കേണ്ടി വരുന്നത്. ഇന്നും ആ ദൗത്യം മുസ്ലിം സമുദായത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ്. മുസ്ലിം സമുദായത്തിലെ വിശിഷ്യ മുജാഹിദ് ഐഡൻറ്റിറ്റിയിലുള്ള ഒരുപാട് സംഘങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വിശ്വാസപരമായൊരു കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ, അതിലെ വ്യതിയാനം ചൂണ്ടിക്കാണിച്ചപ്പോൾ, ഞാൻ ഇഷ്ടപ്പെടുന്ന, എനിക്ക് വിശ്വാസമുള്ള പണ്ഡിതൻ ജിന്നിനോട് സഹായം തേടുന്നതിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അതേപോലെ സ്വീകരിക്കുന്ന, അങ്ങനെ പറയുന്ന പണ്ഡിതന്മാരെ എനിക്കിഷ്ടമാണ് എന്ന കാരണത്താൽ ഒരുപാട് കാലം അവർ പ്രബോധനവുമായി മുന്നോട്ട് പോയ പരിചയമുണ്ട് എന്ന മാനദണ്ഡത്തോടു കൂടിയൊക്കെ അത് സ്വീകരിക്കുന്ന അവസ്ഥാവിശേഷം മുജാഹിദ് സമൂഹത്തിലുണ്ടായി. അന്ന് ഈ ചോദ്യം ചോദിക്കാൻ സന്നദ്ധമായ ആളുകളാണ് ഇന്ന് യഥാർത്ഥ ISM-കാരായി നിലകൊള്ളുന്നത്. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന വാദം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തെളിവ് പറഞ്ഞിട്ട് വേണം ഞാൻ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. ഇതാണ് അടിസ്ഥാനം. ഈ ഒരു മാനദണ്ഡം മരണം വരെ എക്കാലഘട്ടത്തിലും നമ്മൾ ഒരു നിലപാടായി സ്വീകരിക്കണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ISM-കാരോട് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പഠിക്കുന്തോറും നമുക്ക് പല സംശയങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ ഈ മാനദണ്ഡം ഒരു കാരണവശാലും ഈ ഖുർആനിനോടും തിരുസുന്നത്തിനോടും, അപ്പോൾ ഖുർആനും സുന്നത്തുമല്ലേ എല്ലാവരും പറയുന്നത് എന്നതും ഈ അന്വേഷണത്തുറയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുർആനും സുന്നത്തും ആര് മനസ്സിലാക്കിയതുപോലെ, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. അതാണ് അഹ്ലുസുന്ന എന്നതിൻ്റെ അടിസ്ഥാനം. ആര് മനസ്സിലാക്കിയതുപോലെ? ആരാണ്?
സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ വേണം പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും നമ്മൾ മനസ്സിലാക്കാൻ. ആ രീതിയിൽ വിജ്ഞാനത്തെ നുകരാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒപ്പം തന്നെ ഓരോ അറിവ് നേടുന്തോറും അത് പകർന്നു നൽകാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. അതിനെയാണ് പ്രബോധനമെന്നും പ്രബോധകർ എന്ന് നമ്മെ വിളിക്കുന്നത്. നമുക്കറിയുന്ന വിജ്ഞാനം, അറിഞ്ഞ അറിവ് അത് പകർന്നു നൽകാൻ ഉള്ള മനസ്സുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ISMൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമാ ബഅദ്. ആദരണീയനായ KNMൻ്റെ ജില്ലാ സാരഥി PK മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ ISMൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം യാസിർ അറഫാത്ത്, ജില്ലാ സമിതി സാലിഷ് അക്ബർ, മറ്റു പ്രവർത്തകരെ, വളരെയധികം സന്തോഷമുണ്ട് ഈയൊരു പരിപാടിയിൽ നമ്മളെല്ലാവരും സംബന്ധിക്കുമ്പോൾ. കാരണം ISMൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉള്ള എല്ലാവരും, ഒട്ടുമിക്ക ആളുകളും, അല്ല 99% ആളുകളും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ISMൻ്റെ പ്രവർത്തകരും MSMൻ്റെ പ്രവർത്തകരുമാണ്. അത് തന്നെയാണ് ആസൂത്രണം ചെയ്തതും അതിനുവേണ്ട രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതും അങ്ങനെ തന്നെയാണ്. നേരത്തെ നമ്മുടെ ജില്ലാ പ്രസിഡൻറ്റും അതേപോലെ തന്നെ യാസിറും സാലിഷൊക്കെ പറഞ്ഞ കാര്യം, അടിവരയിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് അഹ്ലുസുന്ന വ്യതിയാനധാരകൾ എന്ന വിഷയം ചർച്ച ചെയ്യുന്നു, അതല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന ചോദ്യത്തിന് എനിക്ക് പ്രധാനമായിട്ടും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാമല്ലോ, ഒരു അടിത്തറ ഇല്ലാതെ ഒരു വീട് പണിതാൽ, അടിത്തറ ഇല്ലാതെ ഏതൊരു കെട്ടിടം പണിതാലും അതിന് നമ്മൾ എത്ര ഭംഗി കൂട്ടി പെയിൻ്റ് അടിച്ചാലും, എത്ര നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ ചെയ്താലും, എത്ര ഭംഗിയുള്ള മോഡിഫിക്കേഷനുകളൊക്കെ വരുത്തിയാലും നമുക്കതിൽ താമസിക്കാനോ ജീവിക്കാനോ കഴിയില്ല. കാരണം എപ്പോഴാണത് പൊളിഞ്ഞു വീഴുക എന്നുള്ളത് ഒന്നും പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ജീവിതം. അതിലേറ്റവും സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യം തന്നെയാണ്. എന്തിനാണ് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഈ ISMൻ്റെ പ്രവർത്തകരും MSMൻ്റെ പ്രവർത്തകരും ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് മനസ്സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന ഇത്ര സുന്ദരമായിട്ടുള്ള ആദർശം, സമാധാനം നൽകുന്ന ആദർശം വേറെ എവിടെ അന്വേഷിച്ചാലാണ് കിട്ടുക? ഇപ്പോൾ സാലിഷ് ഇവിടെ ആയത്തോതിയില്ലേ, അള്ളാഹുവിൻ്റെ ആദർശത്തിൽ നിന്ന്, അതല്ലെങ്കിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകിയ ആ പ്രകാശത്തിൽ നിന്ന് ആര് റൂട്ട് മാറിയോ അന്ന് തുടങ്ങുന്നു അപകടം. ഓരോ വിഷയങ്ങളും സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ എന്താ പറയാൻ കാരണം എന്നറിയോ, കഴിഞ്ഞ ദിവസം ഒരു കുടുംബ പ്രശ്നവുമായി സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ഇസ്ലാമികമായിട്ടുള്ള ഒരു, ഇപ്പം ഞാനും നിങ്ങളും ഇപ്പോൾ പല ഖുർആൻ ക്ലാസ്സിലും പങ്കെടുക്കുന്നു, പലതും പഠിക്കുന്നു അല്ലേ, ആദർശപരമായിട്ടും വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, കാര്യങ്ങൾ സമാധാനത്തിലേക്ക് നീങ്ങുന്നു.
ആ ഫാമിലിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്താണ്, അവർക്ക് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയോ ഖുത്ബ കേൾക്കാൻ പോവുകയോ മറ്റുള്ള പരിപാടിയിൽ പങ്കെടുക്കാനോ കേൾക്കാനോ അവസരമില്ല, പോകുന്നില്ല. അവർ കാണുന്നത് എന്താണ്? അവർ കാണുന്നത് സീരിയലും സിനിമകളൊക്കെയാണ്. പിന്നെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറയുന്നു, കാണുമ്പോൾ വലൈക്കും അസ്സലാം പറയുന്നു. അവർ ജീവിതത്തിലേക്ക് വന്നപ്പോഴോ കുടുംബവും ഭർത്താവും ഭാര്യയുമായി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ മനസ്സമാധാനം എന്ന് പറയുന്ന സാധനമുണ്ട്, സംതൃപ്തി എന്ന് പറയുന്ന സാധനമുണ്ട്, സ്നേഹം എന്ന് പറയുന്ന ഇതൊക്കെ ഷെയർ ചെയ്യേണ്ട ഘട്ടങ്ങളിൽ മനസ്സമാധാനം കിട്ടേണ്ട കുടുംബജീവിതത്തിൽ അത് കിട്ടാതെ പോകുന്നു. കാരണം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഓതി വെച്ച ആയത്തുകൾ, അതിൻ്റെ സാരം അതാണ്. അവിടെ എന്താണ്? അവിടെ അള്ളാഹു നമ്മളോട് എന്താണ് കൽപ്പിച്ചത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്ത് വേണമെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു, അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നു. ആ ജീവിതത്തിലേക്ക് അത് അപ്ലൈ ചെയ്തില്ല. അതിന് പകരം എന്താണ്? അതിന് പകരം വേറെ പലതുമാണ് കയറി വന്നത്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ പ്രശ്നങ്ങൾക്ക് മാലപ്പടക്കത്തിന് തീ കൊടുത്ത മാതിരിയാണ്. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് അറിയാം, ഒരു വിശ്വാസപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ സദസ്സിൽ ഒരു വിഷയം പറഞ്ഞോ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന വിശ്വാസപരമായ സമാധാനപരമായിട്ടുള്ള ആ ആദർശത്തിൽ നിന്ന് വേറെ റൂട്ടിലേക്ക് പോയോ, സാമ്പത്തികമായ നഷ്ടങ്ങൾ കടന്നു വരും, ശാരീരികമായ പ്രശ്നങ്ങൾ കടന്നു വരും, സമാധാനം ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. അതല്ല എന്താണ് അള്ളാഹു പറഞ്ഞ സമാധാനത്തിലേക്കും അമ്നിലേക്കും, ഈമാൻ എന്ന് പറഞ്ഞില്ലേ, മുഅ്മിൻ എന്ന് പറഞ്ഞില്ലേ, ആ സമാധാനത്തിലേക്ക് വരാൻ എന്താ ഒരു മാർഗമുള്ളൂ? അള്ളാഹു നമുക്ക് പറഞ്ഞ ഒരേ ഒരു മാർഗമുള്ളൂ. അള്ളാഹു പറഞ്ഞെന്താണ്? മിനൽ ദുലുമാത്തി ഇലന്നൂർ. പ്രകാശം ഒന്നേ ഉള്ളൂ, ദുലുമാത്തുകൾ ഒരുപാടുണ്ട്, ഇരുട്ടുകൾ ഒരുപാടുണ്ട്. എന്തൊക്കെ വേണം, ഒരുപാട് ദുലുമാത്തുകളുണ്ട്. സമാധാനം ഒന്നേ ഉള്ളൂ. ആ കാര്യം ഈ വന്നിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും എന്നാണോ മനസ്സിലാക്കുന്നത്, എന്നാണോ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സ്റ്റാറ്റസ് ആ ഒരു പാതയിലേക്ക് എന്നാണോ നമ്മൾ എടുത്തു വെക്കുന്നത്, അന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സമാധാനം കടന്നു വരും, ശാന്തി കടന്നു വരും. അത് അള്ളാഹുവിൻ്റെ ആദർശം മാത്രമാകുന്നു. അത് വിശ്വാസപരമായ കാര്യങ്ങളിലാണെങ്കിലും കർമ്മപരമായ കാര്യങ്ങളിലാണെങ്കിലും എന്താണ്? അതാണ് നമ്മുടെ അടിത്തറ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തിനൂടെ വന്നിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. ഇനി നമ്മളെന്താണ്? ഞാൻ മകനായിരിക്കും, അല്ലെങ്കിൽ പിതാവായിരിക്കും, ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, അധ്യാപകനായിരിക്കും, കച്ചവടക്കാരനായിരിക്കും. ഈ ഏതേത് മേഖലകളിൽ പോലും എന്താണ്? ഓരോ മേഖലയിലും നിങ്ങൾ എന്ത് നിലപാട്, നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുവരെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. നിങ്ങൾ എങ്ങനെ സംസാരിക്കണം, ഖൂലു ഖൗലൻ സദീദ, എല്ലാ കാര്യങ്ങളും അല്ലാഹു പറഞ്ഞു തന്നു. ഈ ഖൂലു ഖൗലൻ സദീദ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറി നോക്ക്, പ്രശ്നങ്ങൾ തുടങ്ങും. സംസാരം തന്നെ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നറിയോ? ഒരു ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ അതേപോലെ എന്താണ്, ഏത് മേഖലയിൽ നിന്നും അള്ളാഹുവിൻ്റെ ആ ആദർശത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ എന്ന് മാറുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അപകടങ്ങൾ കടന്നു വരുന്നു. അതിന് പകരം അള്ളാഹുവിൻ്റെ ആദർശത്തിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ എന്താണ്, അവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് മനസ്സമാധാനം കടന്നു വരുന്നു. സഹോദരങ്ങളിൽ പിന്നെ ടെൻഷനില്ല, പിന്നെ മനസ്സമാധാനമില്ലാത്ത അവസ്ഥയില്ല. എന്ത് പ്രതിസന്ധികളോ വന്നാലും മനസ്സമാധാനം. ഇബ്രാഹിം നബിയുടെ കഥ പറഞ്ഞു, ചരിത്രം പറഞ്ഞില്ലേ PK? എന്താണ് നമ്രൂദിൻ്റെ തീക്കുണ്ടാരം എന്ന് പറഞ്ഞതെന്നറിയോ? തീക്കുണ്ടാരം എന്ന് മാത്രമല്ല ഇതിനർത്ഥം, തീക്കുണ്ടാരം പോലെ പ്രതിസന്ധികൾ ഇങ്ങനെ മുന്നിൽ വന്നു നിന്നപ്പോഴും, അങ്ങനെയും കൂടി അതിന് വായിക്കണം. ജീവിതത്തിൽ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ എന്താണ്, പ്രതിസന്ധിയായി, പ്രശ്നങ്ങളായി, ഭാരമായി, ബുദ്ധിമുട്ടുകളായി തീക്കുണ്ടാരം പോലെ ജീവിതത്തിൻ്റെ മുന്നിലേക്ക് ഇബ്രാഹിം നബിയുടെ മുമ്പിലേക്ക് വന്നപ്പോഴും സമാധാനം കിട്ടിയതെന്താണ്? ജിബ്രീൽ പോലും കടന്നു വന്നു. നേരത്തെ ജിന്നിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ജിന്നിനോട് സഹായം ചോദിക്കുന്നു, ജിന്ന് വേണ്ട,
യഥാർത്ഥത്തിൽ എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് കടന്നു വന്നത്. ഇനി ആരാ വരേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഞാൻ സഹായിക്കട്ടെ. ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? താങ്കൾ ഒന്ന് മാറി നിൽക്ക്. താങ്കൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല. എനിക്ക് അള്ളാഹുവുമായുള്ള അള്ളാഹുവുമായിട്ടുള്ള എൻ്റെ ഒരു മുലാഖാത്തുണ്ട്, അവിടേക്ക് താങ്കൾ പോലും വരരുത്. താങ്കൾ പോലും മാറി നിൽക്കണം. അള്ളാഹു മാത്രം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം. ആ ഒരു പാഠമാണ് ഈ യക്കീനിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികൾ വന്നാലും അള്ളാഹുവിൻ്റെ ആദർശമാണ് മാർഗം, അള്ളാഹുവിൻ്റെ ആദർശമാണ് വെളിച്ചം. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഇന്ന് ഇതിൽ നിന്ന് പഠിക്കുന്നത്. അതാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത്. അതാണ് ഇവിടെ എഴുന്നേറ്റ് പോയി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ്? അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയണം, അള്ളാഹുവിൻ്റെ ആദർശത്തിലേക്ക് മടക്കാൻ കഴിയണം. കൂടുതലായിട്ട് ഒന്നും വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ് ജമാഅത്തിലേക്ക് നമുക്കിനി പോകണം. അപ്പോൾ അങ്ങനെയുള്ള പാഠങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേദി ISM തയ്യാറാക്കുന്നത്. അങ്ങനെയുള്ള ഇതിലേക്കാണ് ISM നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇനിയും ക്ഷണിക്കുന്നത് ഇതിലേക്കാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നാളെ നടക്കുന്ന KNM-ൻ്റെ പിന്നെ ഈ പ്രധാനപ്പെട്ട യോഗം ഇൻഷാ അല്ലാഹ് നാളെ ബുസ്താനിൽ നടക്കുന്നുണ്ട്. അതിലും പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ പങ്കെടുക്കണം. നമ്മുടെ ഈ ദഅവത്തുമായി ബന്ധപ്പെട്ട് അതേപോലെ KNM-ൻ്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. ആ കാര്യം പ്രത്യേകം പിന്നെ പ്രസിഡന്റ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും എത്രയും പെട്ടെന്ന് ജമാഅത്തിലേക്ക് പോവുക. അതേപോലെ തന്നെ തിരിച്ചു വരണം. പിന്നെ